Hey guys, welcome back to your YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മില്യനെയറിനെ കുറിച്ചാണ്. യെസ്, ഇമാൻ ഗാഡ്സി. റഷ്യയിലെ ഡാഗസ്താൻസ്കി ഓഗ്നി എന്നൊരു ചെറിയ പട്ടണത്തിൽ വളർന്ന് വളരെ ദരിദ്രാവസ്ഥയിൽ ജനിച്ച ഒരു കുട്ടി. മദ്യപാനിയായ അച്ഛൻ അവൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവനെ ഉപേക്ഷിച്ചു പോയി. തന്റെ അമ്മയുടെ തണലിലാണ് ഇമാൻ ഗാഡ്സി വളർന്നു വന്നത്. തന്നെ സംരക്ഷിക്കാനും ആ കൊടിയ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനും തന്റെ അമ്മ ഒരിക്കൽ അവനോട് പറയുകയാണ്, നമ്മൾ ലണ്ടനിലേക്ക് കുടിയേറാൻ പോവുകയാണ്. തുടർന്ന് തന്റെ ആദ്യത്തെ വിമാനം പിടിച്ച് അവർ ഗ്രേറ്റ് ബ്രിട്ടനിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു മാസത്തിനുള്ളിൽ ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത വീട്ടിൽ നിന്നും വളരെ സവിശേഷമായ പ്രദേശത്തിലേക്ക് അവർ പോയി. എന്നാൽ ഒത്തിരി നാൾ ഈ സന്തോഷം നീണ്ടു നിന്നില്ല. അവന്റെ ഈ സന്തോഷങ്ങൾക്കെല്ലാം കാരണം അവന്റെ രണ്ടാനച്ഛനായിരുന്നു. എന്നാൽ തന്റെ അമ്മ രണ്ടാനച്ഛനുമായി വേർപിരിയുകയാണ്. തന്റെ 14-ാമത്തെ വയസ്സിൽ തന്നെയും തന്റെ അമ്മയും സംരക്ഷിക്കുക എന്ന വൻ ദൗത്യം ഇമാൻ ഗാഡ്സി എന്ന ചെറുപ്പക്കാരൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അവൻ അവന്റെ ആദ്യത്തെ ബിസിനസ് ഏറ്റെടുക്കുകയാണ്. തന്റെ 15-ാമത്തെ വയസ്സിൽ ഇമാൻ ഗാഡ്സി ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു 15-ാമത്തെ വയസ്സിൽ ആ ഒരു ചെറുപ്പക്കാരൻ മാന്യമായി തുകയുണ്ടാക്കി തുടങ്ങുകയാണ്. പക്ഷെ പെട്ടെന്നുണ്ടായ ഒരു മോശം തീരുമാനത്തിൽ ഈ ബിസിനസ് പരാജയപ്പെട്ടു. എന്നാൽ അവിടെ നിരാശപ്പെട്ട് നിൽക്കുകയല്ല അവൻ ചെയ്തത്. മറിച്ച് പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ ആ 15 വയസ്സുകാരൻ തീവ്ര ശ്രമം തുടങ്ങി. ഫിറ്റ്നസിനോടുള്ള അതിയായ ഇഷ്ടം കാരണം ഇമാൻ ഗാഡ്സി ഫിറ്റ്നസ് മാനുവലുകൾ പഠിക്കുവാൻ തുടങ്ങി. രാത്രിയും പകലും എന്ന് വേർതിരിവില്ലാതെ തന്റെ സുഹൃത്തുക്കൾക്കും ഇവൻ ഇത് പറഞ്ഞു നൽകുവാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാസം 100 പൗണ്ട് അവൻ സ്വന്തമായി സമ്പാദിക്കുവാൻ തുടങ്ങി. അങ്ങനെ തന്റെ ആദ്യത്തെ സമ്പാദ്യം എന്ന നിലയിൽ ഒരു കാനൺ ക്യാമറ അവൻ സ്വന്തമാക്കുകയും ചെയ്തു. ഈ പുതിയ കാനൺ ക്യാമറ വാങ്ങിച്ചതിലൂടെ ഇവൻ ചെറിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും പുതിയ പുതിയ ക്രാഫ്റ്റുകൾ പഠിക്കുവാനും സ്റ്റാർട്ട് ചെയ്തു. ഇമാൻ ഗാഡ്സിക്ക് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ സെമി പ്രോ ഫുട്ബോളുകൾ കളിക്കുവാനും തുടങ്ങി. ഇവൻ കളിച്ചുകൊണ്ടിരുന്ന ക്ലബിന് സ്വന്തമായിട്ട് ഒരു ഫുട്ബോൾ ചാനൽ ഉണ്ടായിരുന്നു. സോ ആ ചാനലിന്റെ ഉടമയോട് ഇവൻ ദിവസവും പറയുമായിരുന്നു ഈ ചാനലിന്റെ സ്ഥിതി എത്രത്തോളം മോശമാണെന്നും എങ്ങനെ തന്നെക്കാൾ ഒക്കുന്ന രീതിയിലെല്ലാം ഈ ചാനലിനെ ഹെൽപ്പ് ചെയ്യാമെന്നും. ക്ലബ് ഉടമ ഉടനെ ഇതിനോട് സമ്മതം മൂളുകയും അങ്ങനെ അവന്റെ ആദ്യത്തെ ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ആവുകയും ചെയ്യുകയാണ്. അങ്ങനെ അവന്റെ ബിസിനസ് വളർന്നു വരുന്നു. ആദ്യത്തെ ക്ലയന്റിൽ നിന്നും പ്രതിമാസം 300 യൂറോ അവന് കിട്ടിത്തുടങ്ങി. ഇവിടെ ഇമാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എന്റെ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന തുക എത്രയാണ് എന്നുള്ളത് എനിക്ക് ശരിക്കും പ്രശ്നമല്ല. ആ സമയത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം പ്രതീക്ഷ അഥവാ ഹോപ്പ് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ ചെറുപ്പക്കാരന് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ ആവർത്തിച്ചുള്ള വരുമാനം ലഭിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ അവന്റെ ജീവിതത്തിൽ അവനെ തളർത്താൻ ഒട്ടനവധി പ്രശ്നങ്ങൾ വന്നു എന്നുണ്ടെങ്കിലും തളരാൻ അവൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. അഫ്ലെറ്റ് എന്ന കമ്പനിയുമായുള്ള അവന്റെ കരാർ അവനെ ഏറെ ആശ്ചര്യപ്പെടുത്തിയ ഒന്നായിരുന്നു. അവന്റെ ഏജൻസി കരിയറിലെ തന്നെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. ആ ചെറുപ്പക്കാരൻ തന്റെ റെന്റും ഓവർഹെഡും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലയൻസിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താൻ തന്റെ സ്കൂൾ ലൈഫിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ചെയ്യുമെന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ അവന്റെ അമ്മ പ്രതീക്ഷയോടെ കണ്ട സ്കൂൾ ജീവിതത്തിൽ നിന്നും തന്റെ 17-ാമത്തെ വയസ്സിൽ നിറഞ്ഞ കണ്ണുകളോടെ അവൻ പടിയിറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സ്കൂൾ ലൈഫിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയ സമയത്തും ഇദ്ദേഹത്തിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നാൽ അവിടെയും അവനെ തളരാൻ പ്രതീക്ഷ അഥവാ ഹോപ്പ് അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇദ്ദേഹത്തിന്റെ വിജയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇവന്റെ ഏജൻസി വളരുന്നതും മറ്റു കാര്യങ്ങളും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പങ്കുവയ്ക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവന്റെ യൂട്യൂബ് സബ്സ്ക്രൈബർ ഇവനെ കാണുകയാണ്. ഇമാൻ ഗാഡ്സിയോട് ഈ സബ്സ്ക്രൈബർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് താൻ തന്റെ ഏജൻസി നിർമ്മിച്ചത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന്. ഇത് പറഞ്ഞു തരാമെന്ന് ഇമാൻ ഗാഡ്സി പറഞ്ഞ ഉടനെ ഈ സബ്സ്ക്രൈബർ ചോദിക്കുകയാണ്, 1 മണിക്കൂറിന് എത്ര രൂപയാണ് താങ്കൾ ഈടാക്കുന്നതെന്ന്. കാരണം താൻ കമ്പനികൾക്ക് സേവനങ്ങൾ നൽകിയിരുന്നു, എന്നാൽ ഒരു ഏജൻസി എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് ആർക്കും പറഞ്ഞു നൽകിയിരുന്നില്ല. അങ്ങനെ അതോടെ അവന് 2 കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ഒന്നാമതായി, മറ്റ് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ പറഞ്ഞു നൽകുന്നതിൽ നിന്നും വളരെ തുച്ഛമായ ഫീസായിരുന്നു ഇമാൻ ഗാഡ്സി ഈടാക്കി. രണ്ടാമതായി, ഒരു ഏജൻസി എങ്ങനെ വളർത്താമെന്നും അതെങ്ങനെ ചെയ്യണമെന്നും മറ്റുള്ളവരെ പഠിപ്പിക്കാനും കഴിയും എന്നുള്ളതുമായിരുന്നു. അങ്ങനെ ആർക്കും അവരുടെ ഏജൻസി സ്വന്തമായി കെട്ടിപ്പടുത്തുവാൻ കഴിയുന്ന ലളിതമായ ഘട്ടം ഘട്ടമായുള്ള ഫോർമുല അവൻ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ 2018 ഫെബ്രുവരി 1-ന് 50 വിദ്യാർത്ഥികളുമായി ഉള്ള ഒരു ടെസ്റ്റ് ഗ്രൂപ്പിനൊപ്പം വർക്ക് ചെയ്ത ശേഷം അവർ SMMA പുറത്തിറക്കുകയാണ്. എന്താണ് ഈ SMMA? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക,
കോണ്ടന്റ്സ് ഡെവലപ്പ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ SMMA വരുന്നത്. കോഴ്സ് പുറത്തിറങ്ങി 12 മാസത്തിനുള്ളിൽ 1100-ലധികം ഉപഭോക്താക്കളെ അവർക്ക് ലഭിച്ചു. നമ്മുടെ ഈ ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന മിക്ക പ്രശ്നങ്ങൾക്കും ശരിയായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ പരിഹാരം ഉണ്ടാക്കാം എന്ന് ഇമാൻ ഗാഡ്സി മനസ്സിലാക്കുകയാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കോഴ്സ് നൽകുന്നതിനിടയിലൂടെ തന്നെയും 45,000 പെർ മന്ത് ഇദ്ദേഹത്തിന് പ്രോഫിറ്റ് ലഭിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഏജൻസിയും ഇദ്ദേഹം ഈ പ്രോഗ്രാമിനോടൊപ്പം തന്നെ റൺ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ 2019 growyouragency.com നിലവിൽ വരികയാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഓൺലൈൻ പ്രോഗ്രാം. വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യവും. ഇദ്ദേഹം തന്നെ പ്രോഫിറ്റിൽ നിന്ന് 10% വികസ്വര, അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് സ്കൂളുകൾ നിർമ്മിച്ച് നൽകുവാനും അതോടൊപ്പം തന്നെ തന്റെ കമ്പനിയിലെ 10% പ്രോഫിറ്റ് അൺഡെവലപ്ഡ് ആയിട്ടുള്ള വേൾഡ്, അതായത് വികസിതമല്ലാത്ത രാജ്യങ്ങളിൽ സ്കൂളുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. ഇന്നും ഈ പ്രസ്ഥാനം തുടർന്നു പോകുന്നുണ്ട്. നിരവധി കാർ കളക്ഷനിലെ ഒരു ഉടമയും കൂടിയാണ് ഇമാൻ ഗാഡ്സി. സ്വന്തമായി ക്രൂസ്, പ്രൈവറ്റ് ജെറ്റ്, റോൾസ് റോയ്സ്, സ്പോർട്സ് കാറിന്റെ കളക്ഷൻ, മില്യനെയർ വാച്ചസിന്റെ കളക്ഷൻ, അങ്ങനെ നിരവധി കളക്ഷൻസ് ഉള്ള ഒരു 24 വയസ്സുകാരനാണ് ഇമാൻ ഗാഡ്സി. 4.3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമ കൂടിയാണ് ഇമാൻ ഗാഡ്സി. നമുക്ക് എല്ലാവർക്കും ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന വ്യക്തിയാണ് ഇമാൻ ഗാഡ്സി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.